സംഭവം എന്താന്ന് അറിയില്ല. എന്താ കൊറേ ഉണ്ട്. ഒറ്റപ്പെട്ടിട്ട് ചാവ് നടക്കുന്ന മനുഷ്യന്മാരുടെ എനിക്ക് ഒന്നേ പറയാനല്ലോ, നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്ക്, ഒരുപാട് പുതിയ അനുഭവങ്ങൾ ഉണ്ടാവും, ഭൂമിയിൽ കുറെ കാണാനുണ്ട്. ഹലോ ഗായ്സ്, നമ്മള് ഇപ്പൊ ഗോകർണയില ഉള്ളത്. ഏറ്റവും മുകളിൽ കണ്ട അങ്ങ് കാണുന്നുണ്ടാവില്ല, ഏറ്റവും മുകളിൽ ആടെ ഇന്നലെ സ്റ്റേ അടിച്ചേ. ഇവര് ഫ്രീ ആയിട്ട് സ്റ്റേ തന്നു ഇന്നലെ. ഇവിടെ ഫുള്ള് മറ്റേ കാടും ഇതെല്ലാം കാണിച്ചരാ. ഫുള്ളുണ്ടോ, ക്യാമറ ചിലപ്പോൾ റൊട്ടേഷൻ ആവും. ഫുള്ള് മറ്റെന്തോ മരുഭൂമിയില്ലേ, പച്ചപ്പിടിച്ച മരുഭൂമി അതുപോലെ ഉണ്ട്. പിന്നെ താഴെ ഫുള്ള് മറ്റേ ബീച്ച് സൈഡാണ്. അപ്പോൾ അങ്ങോട്ട് വെറുതെ നടന്നിട്ട് വരാമെന്ന് വിചാരിച്ച്. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഇനിയിപ്പം കാശ്മീരൊക്കെ എത്താൻ വേണ്ടിയിട്ട് ഒരു 10-15 ദിവസം, 15 ദിവസത്തിനുള്ളിൽ എന്തായാലും കാശ്മീർ എത്തും. പിന്നെ അവിടെ കുറച്ചാൾ നിൽക്കണം എന്നുള്ള പ്ലാനിങ്ങിലുള്ളത്. അതിനിപ്പോൾ എന്തായാലും കുറച്ചാൾ, അതായത് ഫുൾ ലോങ് വീഡിയോയിൽ ഇട്ടോളൂ, ഷോർട്സ് അത്രയും ഇതൊന്നുമില്ല. കാരണം ചലഞ്ച് ചെയ്തുകൊണ്ട് എന്നിട്ട് വീഡിയോയിൽ പെട്ടെന്ന് ഇങ്ങനെ ഡെയിലി വ്ളോഗ് അങ്ങനത്തെ എല്ലാം വരുമ്പോഴത്തേക്ക് അത്ര വലിയ റീച്ചൊന്നും കിട്ടുന്നൊന്നുമില്ല, കുറവാണ്. അപ്പോൾ ഇനി ഫുള്ള് ഇങ്ങനത്തെ ലോങ് വീഡിയോ ഇട്ട് കുറച്ച് യൂട്യൂബിൽ ഇതാക്കിയാലോ എന്ന് ആലോചിക്കുമെന്ന്. കാരണം യൂട്യൂബിൽ നിന്ന് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഫണ്ട് കിട്ടിയിട്ട് വേണം ഇനിയിൽ യാത്ര അങ്ങോട്ട് പോകാൻ. നീരജ് ഉണ്ട് എന്നെപ്പുറം, ഓനെ ഇപ്പം വ്ളോഗ് ചെയ്തുകൊണ്ട് ഇപ്പം പോകുന്നുണ്ട്. കാരണം നമ്മൾ രണ്ടാളും സെയിം കണ്ടന്റ് ആകുന്നതുകൊണ്ട് അത് ഞാൻ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റും. കാരണം ഓൾറെഡി ഇങ്ങനെ ഡെയിലി വ്ളോഗ് ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കണ്ടന്റ് സെയിം ആവണ്ടല്ലോ വെച്ചിട്ട് ഞാൻ തന്നെ എൻ്റെ കണ്ടന്റ് കുറച്ച് ഡെയിലി വ്ളോഗിൽ നിന്ന് കുറച്ച് മാറ്റി പിടിച്ചു എന്നേ ഉള്ളൂ. കാരണം ഇല്ല സീനാ, രണ്ടാളും ഒരേ റിപ്പീറ്റായി കണ്ടന്റ് ആകുമ്പോൾ ആൾക്കാർ കാണുമ്പോൾ ഒരു മടുക്കണ്ട വെച്ചിട്ടാണ് ഞാൻ കുറച്ച് മാറ്റുന്നത്. ഓൻ്റെ രീതിക്ക് ചെയ്യട്ടെ, ഞാൻ അവനെ ശല്യപ്പെടുത്തേണ്ട വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ രീതിക്ക് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് കുറേ അങ്ങോട്ട് നടക്കാനുണ്ട്. ഓനിപ്പോൾ അങ്ങ് മുമ്പിലെത്തി. ഞാൻ പിന്നെ വ്ളോഗ് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഓന് മൈക്കിലുണ്ട്. ഞാൻ പിന്നെ മൈക്കൊന്നും ഇടുന്നൊന്നുമില്ല. ഓന് മറ്റേ സാധനമുണ്ട്, മറ്റേ പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്നില്ല, ആ സാധനമുണ്ട്. എനിക്ക് പിന്നെ അങ്ങനത്തെ സാധനമൊന്നുമില്ല. ഈ എണ്ണാണ് സഹായിച്ചത് തോന്നുന്നുണ്ട്. അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടില്ലേ ഇജാദ്യം മനുഷ്യനെല്ലാം വെച്ചാൽ. വേറൊരു എണ്ണം കൂടി ഉണ്ട് ആടാ, രണ്ടാൾ കിടിലം മനുഷ്യന്മാർ. എൻ്റെ മോനെ ഇന്നലെ രാത്രി പരക്കാടിൻ്റെ ഉള്ളിൽ പെട്ട് നിന്നപ്പോൾ അത്രയ്ക്ക് ഇതായിട്ട് സഹായിച്ച മനുഷ്യന്മാരത്. ഒരിക്കലും അവരെ മറക്കാൻ പറ്റില്ല. സീനാണ്, എന്താ പറയണ്ട്, എന്തോ സ്വർഗം കിട്ടിയ സുഖം. 4-5 ദിവസത്തിന് ശേഷം ഫ്രഷായി. അങ്ങനെ അവരോട് എത്ര നന്ദി പറഞ്ഞാൽ തീരില്ല. നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് പോകും. നേരെ മഹാരാഷ്ട്ര പിടിക്കും. ഡയറക്റ്റ് 10-700 കിലോമീറ്റർ ഉണ്ട് മഹാരാഷ്ട്രയിൽ. പിന്നെ ഏട്ടനുണ്ട്, വികേഷനുണ്ട്. അപ്പോൾ വികേഷനടുത്തേക്ക് പോകണമെന്നതിൽ അവിടെ പോയാൽ 2 ദിവസം നിൽക്കാൻ വെച്ചിട്ട് നിൽക്കുന്നത്. എന്നിട്ട് ഈ ലഗേജ് സാധനം അവിടെ വെച്ചിട്ട് 2 ദിവസം കറങ്ങാൻ പോകണം. ഇവിടെ പിന്നെ മൊത്തം പശു കേട്ടോ, എവിടെ നോക്കിയാലും പശു. അതുകൊണ്ടാണ് തോന്നുന്നത് ഈ ഗോകർണ പേരിട്ടത്. എനിക്ക് നല്ല ഡൗട്ടുണ്ട്. പിന്നെ ഈ റൂട്ട് ഇങ്ങോട്ട് മൊത്തം ഗോവ സൈഡ് ആയതുകൊണ്ടോന്നും അറിയില്ല, ഫുള്ള് സായിപ്പാരും മദാമാരും ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല സുഖമുണ്ട് ഇതിൽ ഇങ്ങനെ നടന്നു പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുപോലെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകാം, നല്ല കിടലാണ്. അതുകൊണ്ടാണ് മൊട്ടപ്പാറ ഭയങ്കര ചൂടായിടാം. പക്ഷേ എന്നാ പ്രശ്നം വെച്ചാൽ ഇവിടെ ഇതിലെ കൂടെ സൈക്കിൾ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോക്ക് എടുക്കുമല്ലോ, വലിയ കുന്നാണ്. അതിൽ ഇറങ്ങി കയറ്റുമ്പോഴത്തേക്ക് മനുഷ്യൻ്റെ ഊപ്പാട് എടുക്കും. നല്ല ചൂടുണ്ട് ഇടാ. ഇവരെ സമ്മതിക്കണം, ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടല്ലേ പോകുന്നത്. പിന്നെ ഓട്ടോ ഉണ്ട് ഇടാ, പക്ഷേ ഓട്ടോ ഇതിലെ കൂടി പോയില്ലോ എന്ന് എനിക്കറിയില്ല എങ്ങനെയാന്ന്. പിന്നെ മൊട്ടടിച്ച് നീരജുണ്ട്. ഇവൻ്റെ മൂക്കെല്ലാം കണ്ട ഇങ്ങനെ നൈജീരിയക്കാരെ പോലെ ഫുള്ള് കറുത്ത് അങ്ങനെയായി ഇപ്പോൾ നിലവിൽ സീനാണ്. എന്നാന്ന് കുറേ കറുത്ത് ഇങ്ങനെ വെളുത്ത് വീട്ടിൽ നിന്ന് തുടുത്തിരുന്ന ചെക്കൻ ഇപ്പോൾ കറുത്ത് കരിവാളിച്ച് എന്താ അവസ്ഥ. ഞാൻ പിന്നെ മാസ്ക് ഇടും. ഇവൻ ഈ മാസ്ക് ഇടില്ല, കല്ല കാട്ടിട്ടാൻ വേണ്ടി ഇങ്ങനെ തുറന്ന് വെച്ച് പോകും. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഫുള്ള് കറുത്ത് കരിവാളിച്ച് ഒരുമാതിരി ആ പൊള്ളി കഴുത്തിനിടയിൽ ഫുള്ള് പൊള്ളി സെറ്റായിട്ടില്ലേ. നമുക്ക് പിന്നെ അങ്ങനത്തെ സീനൊന്നുമില്ല. ഞാൻ പിന്നെ പണ്ടേ അന്നേ മാസ്ക് ഇട്ടിട്ടാണ് റൈഡ് ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് കൈയെല്ലാം ഫുള്ള് കറുപ്പടിച്ച്. മേലൊന്നും വലിയ കുഴപ്പമില്ല, നല്ല വെയിലടിക്കുന്നുണ്ട്. ചൂട് എന്നൊക്കെ വെച്ചാൽ എൻ്റെ മോനെ സീൻ. ഇവിടെ മൊത്തം ടൂറിസ്റ്റുകളായതുകൊണ്ട് ഫുള്ള് നല്ല തിരക്കാണ്. പിന്നെ ഇവർക്കൊരു പ്രത്യേകതയുണ്ട്, എല്ലാവരും ഇതുപോലെ വണ്ടിയിലെടുത്തിട്ട് ഓണടിച്ച് മനുഷ്യൻ്റെ ചെവി പൊട്ടിക്കുന്ന അത്രയും ഓണടിക്കും. ആ നേരത്തെ ആൾക്കാർ പ്രശ്നം ഉണ്ടാകും മൊത്തം. ഇവിടെ കുറേ ദൈവങ്ങൾ മറ്റേ എന്തെല്ലോ സാധനങ്ങളിലുണ്ട്. ഐഡിയാസ് ഒന്നുമില്ല, ഇതെല്ലാം കുപ്പിയെല്ലാം മറ്റേ എന്തോ മറ്റേ വേറെന്തോ കളറ് മൊത്തം എന്തെല്ലോ ആണ്. അത് ഇപ്പോൾ ഓമ്പോന്ന സൈഡുണ്ട്, ഓമ്പോന്ന സൈഡ് ഫുൾ ബീച്ച് സൈഡാണ്. പിന്നെ നമുക്ക് അങ്ങോട്ട് വൈകുന്നേരം ഒരു ചങ്ങായി എനിക്ക് ആടെ നിന്നൊരു 500 രൂപ എടുത്തന്ന് എന്നറിയില്ല. ഫുള്ള് മതന്മാരും സായിപ്പാരും കണ്ട സെറ്റാണ്. ഇങ്ങോട്ട് പണ്ടത്തെ വിൻറ്റേജ് ഇല്ലേ, വിൻറ്റേജ് ഏരിയയിലേക്കെല്ലാം പോയപ്പോഴത്തെ ഏകദേശം ഒരു ഫീല്. എല്ലാവരും ഇടുന്ന് ഉറങ്ങുന്നു, കച്ചവടമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പണ്ടത്തെ ഫുൾ അമ്പലങ്ങളെല്ലാം ആയതുകൊണ്ട് പിന്നെ പ്രത്യേക ഒരു എന്താ പറയുക ഒരു ഇത് എന്തോ ഒരു സുഖം മനസ്സിന്.
റൈറ്റ് പെയിൻ്റ് അടി അടിച്ചതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഒന്നുകൂടി അടിച്ച് സെറ്റാക്കുന്ന പരിപാടി. ഇവിടെ ഫുള്ള് അമ്പലങ്ങൾ, ഇവിടുത്തെ ഫുള്ള് ഫ്രീക്കന്മാരാട്ടോ മൊത്തം. നടന്നു വന്നിട്ടാ നമ്മളെ ഒരങ്കിള്, ഇവന് ഫുള്ള് എന്തോ ഭ്രാന്തളിക്കാൻ മാതിരി ഇവന്. മൈക്കിളൊക്കെ ഓടുന്നുണ്ട് ബീച്ചിലേക്ക്, എന്തിനാണെന്നും അറിയില്ല. ഇവിടെ മൊത്തം മറ്റേ കാശ്മീർ മറ്റേ ബോർഡർ അടിച്ച് സൈക്കിളിൽ പോകുന്നതുകൊണ്ട് ഭയങ്കര വിലയാന്ന് എല്ലാവർക്കും. കേരള ടു കാശ്മീർ എന്നെല്ലാം മറ്റേ ബോർഡർ എടുത്തിട്ട് പോകുന്നതുകൊണ്ട്. പിന്നെ ആരുടെ എണ്ണുണ്ട് കയ്യെല്ലാം കാണിക്കുന്നുണ്ട്. കാശ്മീർ ടു കേരള ടു കാശ്മീർ ബോർഡറിലടിച്ച് പോകുന്നതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര വിലയാണ്. ആ വില നമുക്ക് വേണ്ട. ഇപ്പോഴൊന്നും നാട്ടിലേക്ക് വരുന്നില്ല. ഇവിടെ കിട്ടുന്ന വില നാട്ടിൽ പട്ടി വില എനക്കല്ലോ. പട്ടി വില എന്ന് വെച്ചാൽ പട്ടി വില, ഒരു വില പോലും കിട്ടില്ല. അതിനെക്കാട്ടും ബെറ്റർ കിട്ടിയാൽ, കാരണം അത്രക്ക് വില കിട്ടുന്നുണ്ട് ഇടാം. അത്ര വലിയ സെറ്റപ്പ് പരിപാടിയാണ് ഇടാം. പക്ഷെ ഇവിടെ എല്ലാത്തിനും ഭയങ്കര പൈസയാണ്, വിചാരിച്ച പോലെ നല്ല. നല്ലൊരു പെയിൻറ്റ് പണിക്കാൻ കയറിയിട്ട് ഒട്ടിക്കത്തെ പൈസ വെച്ചാൽ ഒടുക്കത്തെ പൈസ. ഇവിടെ നായിനൊക്കെ ഉണ്ടാ. ഈ നായ്ക്കൾക്ക് പട്ടി വിലയാണെങ്കിലും പശുക്കൾക്ക് സ്വർണത്തിൻ്റെ വിലയാണ്. ഇവിടെ അങ്ങനെയാണ്. ഇവിടെ ഒട്ടകത്തിന് മറ്റേ കല്യാണത്തിന് അതിൽ അലങ്കരിച്ചിട്ട് നോക്കിയേ. ഇതൊന്നും സംഭവം എന്നാ ഇത്? നിങ്ങൾക്കൊരു സംഭവം കാണിച്ചരാ. ഒട്ടകത്തിനെ കല്യാണത്തിന് അതിൽ അലങ്കരിച്ചിട്ട് സെറ്റാക്കി തരാം. സീനാക്കി വെച്ചിട്ടുണ്ട്. ആക്കി വെച്ചിട്ട് ഭായ് 1 राइड कितना? 1 person 100 rupees. 100 रुपया ഒരാൾക്ക് ചുറ്റാൻ വേണ്ടി. എന്നറിയില്ല ഇതിലെന്തോ ഇത്ര പൈസ എന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇതിന് ഇന്ന് സംഭവം എന്തോ വേറെന്തോ പരിപാടി. ഇത് വേണ്ട പാവ, അതിൻ്റെ കണ്ണ് നല്ല വെള്ളം വരുന്ന ഒട്ടകത്തിൻ്റെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്തോ ഇനി കയ്യാത്ത പോലെ എന്തോ ഒട്ടത്തിന് ഒരുമാതിരി ആക്കി വെച്ചിട്ടുണ്ട്. ഐഷ് കുതിരെല്ലാം ചാവാനായി അങ്ങനെ ആക്കിയതിനെ കുതിരനെ. ഇവിടെ ഏറ്റവും കൂടുതലില്ലേ സ്വർണത്തിനും കാട്ടിയും വില എടുത്ത പശുക്കൾക്കാണ്. പശുക്കൾക്ക് കിട്ടുന്ന വില എൻ്റെ മോനെ ഒരു മനുഷ്യന്മാർക്ക് പോലും ഇവന്മാർ കൊടുക്കൂല. അത്രയ്ക്ക് സംഭവങ്ങൾ ഇടാം. ഞാൻ സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തേത്ത ഞാനാണ്. ഇവിടുന്ന് കുറേ ആൾ കുളിക്കുന്നുണ്ട്. അതൊന്നും നോക്കാൻ കഴിയില്ല. ഇതെന്താ കുളിമുറിയാ? ഇതെന്താ കാണുന്നുണ്ടോ? ഇത് പശുക്കൾക്ക് കിടക്കാൻ വേണ്ടിയിട്ട് എന്തോ ആലായി കൊടുത്തേന്ന് തോന്നുന്നു. പല ജാതി മനുഷ്യന്മാരൊക്കെ ഉണ്ട്. ഇതുപോലത്തെ ഒരു മനുഷ്യന്മാരാദ്യമായിട്ടാണ്. സീനയുടെ ഫുൾ കുളിസീനാണ്. ഫുള്ള് ഗോവ ടീംസ് എല്ലാം ഇടാം. അവരെന്തിനാ അവരുടെ നാട്ടിൽ ബീച്ചൊന്നും ഇല്ല ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നാന്ന് പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. ഇനി ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഇങ്ങനെ കുറേ ബീച്ചും കാര്യങ്ങളും അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. നമ്മളെയും കാട്ടി സുഖമായിട്ട് ജീവിക്കുന്നത് ഈ നായിയാണ്. സെറ്റപ്പ് ഉണ്ടാ നായിൻ്റെ? ഏത് സെറ്റപ്പിടാ മുത്തേ സീന്. നമുക്ക് പോലും ഇല്ല ഇങ്ങനെ താമസിക്കാൻ വേണ്ടിയിട്ട്. ഓൻ അതിലിങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഇവനെ കാണുന്നില്ല. ഇവനെങ്ങനെ അടിച്ചങ്ങ് പോകുന്നു. ഓൻ്റെ ഒപ്പര ഞാൻ പോകുന്നേ. അന്ന് ഒപ്പര ഏതെങ്കിലും ഒരുത്തം പന്നിനെ ചിന്തിക്കണ്ടേ. ഇങ്ങനെ പോക്കാന്ന്. ഭാഷ ഒന്നും അറിയില്ല. ഭാഷ എനക്കും അറിയൊന്നുമില്ല. എന്നാലും ഒന്നും അറിയാൻ അടിച്ച് പോകുന്നുണ്ട്. ആൾക്കാരോട് സംസാരിക്കും. അവൻ്റെ കോൺഫിഡൻസ് വേർത്തനൊരു കോൺഫിഡൻസ് മോനെ. ഒരു ഭാഷ ഒന്നും അറിയില്ലെങ്കിലും ഒരു കന്നഡക്കാരൻ്റെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് സംസാരിക്കുന്ന ഒരു ധൈര്യം ഉണ്ടാവാന്. എൻ്റെ സീനൊന്നും പറയാനില്ല. അത് ഞാൻ സമ്മതിച്ചോനാ. എനിക്ക് പിന്നെ കുറച്ചല്ലേ ഹിന്ദി അറിയാം. പക്ഷേ അങ്ങനെ നല്ലോണം അറിയില്ല. എന്നാൽ പോലും ഞാൻ ആരോട് അതിങ്ങനെ സംസാരിക്കാൻ പോക്കില്ല. കാരണം വള്ളികൾ പിടിക്കണ്ട വെച്ചിട്ട്. പിന്നീട് കുറേ കാണാൻ കിടലും പെമ്പിള്ളറുണ്ട്. അതുകൊണ്ട് മാത്രം ഇന്ന് താലിക്കീഞ്ഞ് വന്നേ. വൈകുന്നേരം ആയ പിന്നീട് ഭയങ്കര കാറ്റായിരിക്കും. ഒന്ന് കേൾക്കുമൊന്നും അറിയില്ല. പെമ്പിള്ളറെ കാണാനായിട്ട് വന്നയാ. പക്ഷെ ഇവിടെ അങ്ങനെ ആരും കാണുന്നൊന്നുമില്ല. എനിക്കിങ്ങനെ പിടിച്ച് ശീലത്തോണ്ട് ഭയങ്കര കൈവേന എടുക്കുന്നത്. പിന്നെ ആരെങ്കിലും ഇതുപോലെ സഹായിക്കും. പോകുന്നേക്ക് ഇങ്ങനെ ഫണ്ടെല്ലാം തന്ന് പൈസയെല്ലാം തന്ന് അങ്ങനെ ആരെങ്കിലും സഹായിക്കും. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇന്നലെ ഒരു ചങ്ങായി സാമ്യം തോന്നി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പക്ഷേ ഇതന്നെ ഒരു 500-ൻ്റെ കെട്ടിത്തല്ല 500-ൻ്റെ കെട്ടെടുത്തിട്ട് ചങ്ങായി ഇരുന്ന് ഒരു 500 രൂപ വെച്ചെന്ന്. എന്താ മോനെ ഇങ്ങനെ ബോർഡെല്ലാം വെച്ച് പോകുന്നുണ്ട്. ഇങ്ങനെ കുറേ ആൾക്കാർ സഹായിക്കും. പിന്നെ നമ്മളെപ്പുറം കൂട്ടിയാലോ നമ്മളെ ഫോട്ടോ പീടികെല്ലാം മറ്റേ ചങ്ങായി പറ്റുമല്ലോ. പിന്നെ യാത്രയിൽ ബാ അത്യാവശ്യം ബീച്ച് സൈഡ് കാണാനുണ്ട്. പിന്നെ അങ്ങൊരു മലയുണ്ട്. നമ്മൾ ഏറ്റവും ടോപ്പ് അങ്ങൊരു സാധനം കണ്ടാ കാണിച്ചാ അങ്ങനൊരു സാധനം കണ്ടാ. അതിൻ്റെയും മുകളിലാണ് നമ്മളെ റൂം. അത്രയും ദൂരം അപ്പോൾ നടക്കണം. എന്നാലും മാത്രമായിട്ട് എത്താൻ പറ്റുള്ളൂ. ഇവിടുത്തെ ആൾക്കാരെല്ലാം പിന്നെ ഫുള്ള് റിച്ച് ടീംസാണ്. പിന്നെ എന്തോ ലഞ്ച് അന്നത് 50 ഉറുപ്പ്യക്ക് ലഞ്ച്. അയ്യോ ലഞ്ചല്ല ലുങ്കി 50 ഉറുപ്പ്യക്ക് ലുങ്കി മേടിച്ചാലും ആലോചിക്കുന്നത്. ഇവിടെ കാണാൻ കുറേ സംഭവങ്ങളുണ്ട്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ വാണിക്ക് ഫണ്ടില്ല. ഹായ്
അങ്ങനെ കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ട് ഇടാ. ഇങ്ങനെ വീഡിയോയിൽ എടുക്കാണുമ്പോൾ ഇവർക്കെല്ലാം ഭയങ്കര വിലയാണ്. എന്തോ പ്രതിമയുണ്ട്. കർണാടക ഇതെല്ലാം എല്ലാവരും ചിലപ്പോൾ കണ്ട് മടുത്തിയായിരിക്കും. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഇതെല്ലാം കാണുന്നു. സത്യം പറയല്ല, വീട്ടിൽ കുത്തിരുന്ന ഞാൻ ഇങ്ങനെ ഒന്നും ഇറങ്ങുന്ന ഒരിക്കലും വിചാരിച്ചില്ല. സത്യം പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും ഓന് നീരജിന് എത്ര വലിയ തെറ്റാന്ന് പറഞ്ഞാലും ഓനുണ്ടായതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വന്ന് ഇങ്ങനെ ഒരു യാത്രക്ക് വന്നു തന്നെ. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു യാത്രക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വരില്ല. കൂളിംഗ് ക്ലാസ്സെല്ലാം ഉണ്ട്. പക്ഷേ തൊപ്പി പണിക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര പൈസ എന്നല്ല. നായ്ക്കളൊന്നും ചെയ്യൊന്നുമില്ല. ഇങ്ങനെ പോകുമ്പോൾ ആരെങ്കിലും സഹായിക്കും. പക്ഷെ ഇങ്ങനെ സഹായിക്കില്ല. അതൊരു മദാമേച്ചി കുഞ്ഞിനെല്ലാം കൂട്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. നമുക്കിന്ന കുറേ സാമ്യരുണ്ട്, കുറേ പെമ്പിളറുണ്ട്. പോലീസുകാരിലും വലിയ കുഴപ്പമില്ല കേട്ടോ. എല്ലാവരും ഓക്കെ, നല്ല കമ്പനിയാണ്. നല്ല ഡ്രസ്സുണ്ട്. പക്ഷെ എടുക്കണമെന്നുണ്ട്. ക്യാമറ അടിച്ചായിട്ട് ആള് പിടിക്കലാമോ. ഫുള്ള് 300 പറയുന്നത് ഇടാ. എന്താ അല്ലേ, നമ്മളെ നാട്ടിൽ 100 രൂപ കൊടുത്തോണ്ട് ഷർട്ടാണ് ഇതല്ലോ. ഇതുണ്ടോ, ഇതൊക്കെ 100 രൂപ കൊടുത്തോണ്ട് ഞാൻ ഇനി 300 ഇവർ പറയുന്നത്. സംഭവം ആ ഉള്ളിലേക്ക് വന്ന സംഭവം നോക്കല്ലോ. യാഹോ 350. ഭയങ്കര പൈസയുടെ മൊത്തം. ഫുൾ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. പൈസ കുറച്ചിടാന്ന് പറയുന്നത്. ബാർഗെയിൻ ചെയ്യുന്നു. ബാർഗെയിൻ ചെയ്ത് ലാസ്റ്റ് എത്രക്ക് മേടിക്കുന്ന അറിയില്ല. ചെക്കൻ നിരാശനായി ഡ്രസ്സ് ഇട്ടാത്തതുകൊണ്ട്. ഹിന്ദി സുഖാടാ പറയാൻ. പിന്നെ ഹിന്ദി പഠിക്കാൻ വേണ്ടി എന്താ ഡിക്ഷണറിയെല്ലാം വേണമെന്ന് പറയുന്നുണ്ടേ. എനിക്കിത് മേടിക്കണം. പക്ഷേ ഇതന്നെ ഫണ്ട് വേണ്ടേ. ഫണ്ടില്ല. ഫണ്ടാന്ന് ഇപ്പോഴത്തെ സീനി. നീ മേടിക്കുന്നുണ്ടാ? മേടിക്കുന്നുണ്ടോ നീ? പറയുന്നില്ല. അപ്പോൾ നമ്മളെ നാട്ടിൽ 100 രൂപ കൊടുക്കുന്ന സാധനമാണ്. ഇവർ 300-350 രൂപയൊക്കെ സാധനം കൊടുക്കുന്നു. നഷ്ടമാണ് ഭയങ്കര. 300 രൂപയ്ക്കെല്ലാം മേടിക്കുന്ന പര നഷ്ടമാണ്. ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയാലും ആലോചിക്കുന്നത്. കാരണം ഇന്ന സ്ഥലത്ത് വന്നിട്ട് അധികം അമ്പലത്തിനുള്ളിലൊന്നും അങ്ങനെ കയറിയിട്ടില്ല. ഇപ്പോഴത്തെ ലോക്കൽസിനൊരു നോട്ടുണ്ട്. അവരെ എനിക്ക് പേടി. ആകെ ഒരു ഫോണായാലും അത് സർവീസായിട്ട് എപ്പാന്ന് ഇത് ചാവാനായി എന്ന് പറഞ്ഞൊരു ഫോൺ എൻ്റെ കയ്യിൽ 11 എൻ്റെ കയ്യിൽ ഉള്ളത്. ഇതെങ്ങനെയെങ്കിലും മാറ്റിയിട്ട് ഇൻസ്റ്റാ 360 എടുക്കണം. ഒരു കസിനുണ്ട്. അപ്പോൾ കസിൻ വെച്ചാൽ കുട്ടുവാനുണ്ട്. അപ്പോൾ കുട്ടുവാൻ്റെ ആ ചങ്ങായി തിരിച്ച് നാട്ടിൽ അയാളുടെ കാല് കൈ പിടിച്ചിട്ട് അയാളൊരു ഇൻസ്റ്റാ 360 ഉണ്ട്. തരുമോ നോക്കണം. തരുന്നില്ല, ഉറപ്പൊന്നുമില്ല. നോക്കട്ടെ. ഇവനെന്ത് ഉദ്ദേശിച്ചാന്നറിയില്ല. അടിച്ച് കയറുന്നുണ്ട്. പിന്നെ അടിച്ച് കയറി അങ്ങ് പോകുന്നുണ്ട്. അറിയാം. ഫുൾ ടാറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. आपका नाम अशोक कुमार ब्रो का नाम अशोक कुमार. നല്ല ടീസാണ്. നല്ല കമ്പനിയാണ്. ടാറ്റു അടിക്കാൻ പൈസ ഇല്ല. ഫണ്ടില്ല. പക്ഷേ ഇല്ലെങ്കിൽ അടിക്കായിരുന്നു. ഇവർക്ക് യൂട്യൂബ് ചാനലുണ്ട് പറയുന്നത്. പക്ഷേ ഞാൻ അടിച്ചു നോക്കുന്നില്ല. ഭ്രാന്തുണ്ടാ. നമുക്കതില്ല പണി. നമ്മളെ വീഡിയോ ഇട്ടിട്ട് മുമ്പോട്ട് പോകാനുണ്ട്. എനിക്ക് ഇങ്ങനത്തെ തൊപ്പി പണിക്കണമെന്നുണ്ട്. പക്ഷെ എത്രയാണെന്ന് പൈസ അറിയില്ല. ഭയങ്കര പൈസയാണെന്ന് തോന്നുന്നു. അവരോട് ചോദിച്ചു നോക്കേണ്ടി വരും. പിന്നെ അവരാരും കാണുന്നില്ലാത്ത ഇങ്ങനത്തെ ഒരു തൊപ്പി പണിച്ചിടണമെന്നെല്ലാം ഉണ്ട്. പക്ഷേ ഫണ്ടില്ല. പക്ഷെ ഭയങ്കര ഇവിടെ എല്ലാത്തിനും ഭയങ്കര പൈസയാണ്. മുട്ട ശിവ കട്ട ശിവ കുറച്ച് തല ഫോളോ ചെയ്യാൻ മതി. മുട്ട അടിച്ചിട്ട് നല്ല സുഖം ഉണ്ടായിരുന്നു. ഞാൻ എനിക്കാവില്ല കേട്ടോ ഇങ്ങനെ മുട്ടലടിച്ച് നടക്കാൻ വേണ്ടിട്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്. ഇവൻ മുട്ട അടിച്ചോണ്ട് ഇവന്റെ ഇൻസ്റ്റഗ്രാമിൽ നല്ല റീച്ച് കയറിയത് ഇപ്പൊ പെട്ടെന്ന്. ഇവിടുത്തെ അവർക്ക് ഓണില്ലാണ്ട് വണ്ടിയിൽ എണ്ണയില്ലെങ്കിലും കുഴപ്പമില്ല. ഓണില്ലാണ്ട് എന്തായാലും ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം ഓണാന്ന് എടുത്ത മെയിൻ സാധനം. ഓണാലോടല്ല. അതുകൊണ്ട് അപ്പോൾ ശരി, ഓക്കെ. ഇവിടെ കുറേ ദൈവത്തിൻ്റെ ഇതെല്ലാം കാണാം. ശരിക്കും പറഞ്ഞ സംഭവം എന്നൊന്നും അറിയില്ല. കുറേ സംഭവങ്ങളാണ്. പക്ഷേ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് പുറത്ത് കഴിഞ്ഞോണ്ടാണെന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ല. ഇങ്ങനെ ഇവർ മതിലെല്ലാം കണ്ട ഫുൾ ഇതിപ്പോൾ പെയിൻ്റ് അടിച്ച ഇങ്ങനെ പച്ച ഉണ്ടായിനി. ഇപ്പം എന്തോ വെള്ളം എന്തോ അടിച്ച് ഇവർ ബിൽഡിങ് മൊത്തം ഇങ്ങനെ നമ്മളെന്ന പറശ്ശിനിക്കടവില്ലേ അതുപോലത്തെ മൊത്തം അങ്ങനെ സംഭവം. ഫണ്ട് കുറച്ചിരുന്ന് വെച്ചാൽ അങ്ങനോട് ചോദിച്ചപ്പോൾ
ചങ്ങായി പറയുന്നത് 650 റുപ്യ, 700 റുപ്യേൻ്റെ സാധനം 650 റുപ്യ. കാരണം നല്ല മൂലം കടി ഉണ്ടാ ആ സാധനം മേടിച്ചു പോകാൻ വേണ്ടിയിട്ട്. ഇത് ഇങ്ങനെയാണെന്ന് അറിയില്ല, നാട് മാറിയോണ്ടാന്ന് അറിയില്ല. ഞാനത് ഇങ്ങോട്ട് കർണാടക ഈ ഭാഗത്തേക്കെല്ലാം വരുന്നത്. ഇതെല്ലാം പിടിച്ചിട്ട് നടക്കുന്ന ചേച്ചീന അങ്ങോട്ടായിരുന്നോ? അങ്ങോട്ട് പോയിട്ടില്ല കണ്ടോ? ആ സംഭവം എന്താണെന്ന് അറിയില്ല. കണ്ടോ കുറേ ഉണ്ട്. ഇതെന്നാ സംഭവം എന്ന് അറിയില്ല. क्या है 20? പെണ്ണുങ്ങള് കുഴപ്പാക്കുന്ന വീട് സാധനം മേടിക്കാൻ വന്നപ്പോ നല്ല സ്നേഹം. സാധനം മേടിക്കൂലെന്ന് മനസ്സിലായപ്പോ ഫോട്ടോ വേണ്ട ഫോട്ടോ എടുത്തുവിടാന്ന്. ഭയങ്കര വെയിലും ഉറക്ക ശരിയാവത്ത, അതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര സീന്. ഇവനും ഞാനും വ്ളോഗ് ഇവിടെ ആകെ ഞാനിവന് മാത്രമേ വ്ളോഗ് എടുത്ത് നടക്കുന്നുള്ളൂ. ആൾക്കാർ ഇങ്ങനെ നോക്കുന്നുണ്ട്. നമുക്കിനെ നാണുമാനൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ പിന്നെ പ്രത്യേകിച്ചൊന്നും എടുക്കല്ല. ഇതുപോലെ കുറേ ഡ്രസ്സും പിന്നെ ഇവിടെ ഒരു സാധനം കിടക്കുന്നുണ്ടോ, പശു അങ്ങനത്തെ സാധനങ്ങളില്ലു ഇവിടെ കൂടുതൽ എടുക്കാം. വേറെ ഒന്നുമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഇപ്പം എങ്ങനെയെങ്കിലും കാശ്മീർ എത്തണമെന്നില്ല ഒറ്റ ഐഡിയ മാത്രമേ ഉള്ളൂ. ഒരു 5-6 ദിവസം കൊണ്ട് മഹാരാഷ്ട്ര ഓടിച്ച് അടുത്ത് പോയി 2 ദിവസം സ്റ്റേ ചെയ്യണം. എന്നിട്ട് ആടെ നേരെ ഡൽഹി ഓടിക്കണം. ഡൽഹിയിൽ നിന്ന് കാശ്മീരേക്ക് പോകണം. അവിടെ കുറച്ചാൾ നിൽക്കണം. എന്തൊക്കെയോ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിലൊരു പ്ലാനിലേ ഇല്ലത്. ഒന്നും നടക്കോ ഇല്ലോ ഒന്നും അറിയില്ല. ഇനിയിപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും എടുക്കാനില്ല. ഞാൻ റൂമിൽ പോയിട്ട് അവിടെ കുറേ മറ്റേ ബീച്ച് സൈഡാണ്. അപ്പോൾ അവിടെ കുറേ മലയും കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം ബാക്കി സെറ്റപ്പ് പരിപാടി ഞാൻ കാണിച്ചത്. അടുത്ത കാറാണ് നമ്മൾ ഇന്നലെ സഹായിച്ചത്. ഇന്നലെ റൂമിലാണ്ട് ഇവനെ നമ്മൾ വണ്ടി നടന്നപ്പോൾ ഈ ഒരു സാറെ സഹായിച്ചു. എല്ലാം മനസ്സിലാട്ടോ. ഇതുപോലത്തെ പോലീസുകാരിലുള്ള കിടില സാറാ. അത് വിശ്വനാഥ് സാറ് ആപ്കാ ഗർ ആ കർണാടക അംകോള അങ്ങനെ തോന്നുന്ന സ്ഥലത്ത് കിടിലൻ സാറാട്ടാ. ഓക്കെ ബൈ സാർ. അപ്പോൾ ആ മനുഷ്യനെ സഹായിച്ചട്ടാ. ആദ്യം മനുഷ്യലും വെച്ചാ ചാർലിന്റെ പാൻറ് വേണം, 700 എൻ്റെ ചാർലിൻ്റെ പെയിന്റ് വേണം പോലെ 700 റുപ്യൊക്കെ പെയിന്റ് വേണമെങ്കിൽ മരം മൂലം കടി ഇട്ടേക്ക് കാശ്മീർ പോയിട്ട് ലക്ഷറി ജീവിക്കാം നമുക്ക്. എന്തൊക്കെ പറഞ്ഞാലും സാറ് സീനാട്ടാ. ഒരു സ്പ്രൈറ്റ് മേടിച്ചിട്ടുണ്ട്. പക്ഷേ സീനെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സാധനം യാത്ര ചെയ്യുമ്പോൾ കുടിക്കില്ല. പക്ഷേ ഇന്ന് യാത്ര ഒന്നും ഇല്ലാത്തോണ്ട് കുടിക്കുന്നതാണ്. ഹെൽത്ത് സീനാവും. പരമാവധി അവരൊന്നും പറയില്ല. പിന്നെ യാത്ര ചെയ്യുമ്പോൾ ഇതേപോലത്തെ സ്പ്രൈറ്റ് സാധനങ്ങൾ കുടിക്കാണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബെറ്റർ. പിന്നെ വിജയ് ദേവരെ കൊണ്ടേ ആവണമെന്ന് ഞാൻ പറയുന്നു. ഭയങ്കര മറവി കേട്ടാ, സീനാണത്. കുളം കണ്ട വലിയ കുളം. എൻ്റെ മോനെ ഏത് സാധനം എന്നറിയാ, സീനി ഏതോ മറ്റേ ഇവിടെ പോയിട്ടുണ്ട് കാണോ, മറ്റേ ബദ്രിനാഥ് അങ്ങനെ പറഞ്ഞ മറ്റേ അല്ലു അർജുൻ്റെ സിനിമയില്ലേ, അതിലെല്ലാം ഉണ്ടാകും ഇതേപോലെ സാധനം. സാധനം നോക്കിയാ ഇത്രയും വലിയ സാധനം. അയ്യോ എൻ്റെ കേട്ടാ സീനി. ചിലപ്പോൾ അടി കിട്ടാ. പെമ്പിളറെ ടൂൺ ചെയ്യുന്ന അയാൾ ആടുന്നിട്ട് ടൂൺ ചെയ്യേണ്ട വടി പിടിച്ചിട്ട് ടൂൺ ചെയ്യുക. ഈ വയസ്സാകാലത്ത് ഓരോ കടിമൂത്തിക്കുന്ന പ്രായ ഈ സമയം. അടുത്തൊന്നും പോകാൻ കഴിയില്ല. ഈ അടുത്താലും പിടിച്ച് തോണ്ടാനായിട്ട് വരും അയാൾ. കുളം കണ്ട അയാളാ മോനെ സീന്. നമ്മളാളിൽ ഇതുപോലത്തെ ഒരു വലിയ കുളമാണല്ലേ. ഇഷ്ടംപോലെ കുളം ഉണ്ട്. പക്ഷെ ഇതുപോലെ വെച്ചാൽ വലിയ ഉള്ള ബാക്ക്ഗ്രൗണ്ടിൽ നോക്കി സീന്. അയ്യോ ഇങ്ങനെ സൈക്കിൾ എടുക്കാണ്ട് യാത്ര ചെയ്യുന്നവരുള്ളൂ. അതായത് ഹിച്ച് ഹൈക്കിങ് ചെയ്താലും അങ്ങനെ പോകുന്നവര് അവരിക്കുള്ള സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ അമ്പലങ്ങൾ ഭയങ്കര ബെസ്റ്റാട്ടാ. കാരണം നമ്മൾ സൈക്കിൾ എടുത്തിട്ട് വന്നുകൊണ്ട് ഇങ്ങനെ സൈക്കിൾ വെക്കൽ സേഫ് അല്ല. അപ്പം അങ്ങനത്തെവർക്ക് ഇവിടെ വന്നാൽ ആ ഇതേപോലത്തെ കുളത്തിൽ നിന്ന് ഫ്രഷ് ആവാം. പിന്നീട് സ്റ്റേ അടിക്കുക, ഉറങ്ങുക, ഫുഡെല്ലാം ഫ്രീ ആയിട്ട് കിട്ടും, എന്തായാലും കിട്ടും സീൻ. അപ്പോൾ ഇതുപോലത്തെ അമ്പലത്തിലും വന്ന് സുഖമായിട്ട് ഉറങ്ങുക. അങ്ങനത്തെ ഒരിക്കലും വരണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഗോകർണയിലുള്ളത് ഗോകർണ, പിന്നെ ഒരു ടെമ്പിൾ ഇറങ്ങില്ല, ഒരു ടൗണ് ഗോവയിലേക്കോ പോകേണ്ട പ്ലാൻ ഉണ്ടായിന്. അത് സ്കിപ്പ് ചെയ്ത് നൈസായിട്ട്. കാരണം അങ്ങനെ മഹാരാഷ്ട്ര ഒഴിച്ച് കാശ്മീരത്തിൻ്റെ പ്ലാനിലായിരുന്നു. ഗോവയിൽ പോയാൽ ആദ്യം ഭയങ്കര ചിലവും ടൈം സ്പെൻഡെല്ലാം ആയിരിക്കും. ഹലോ മുത്തേ, നീ വീട്ടിൽ നിൽക്കുന്നതിനും കാട്ടി ഇപ്പോൾ ഇവിടെ ഹാപ്പിയാന്നാ? ரொம்ப ഹാപ്പി. കാരണം സമാധാനം ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പെടാതെ സൈക്കിൾ ഓടിച്ച് ഭയങ്കര കഷ്ടപ്പെടാം. പക്ഷേ സത്യം പറഞ്ഞാൽ വീട്ടിൽ നിൽക്കുന്നതിനും കാട്ടി ഫുൾ ഹാപ്പി. വീട്ടിൽ നിന്നാ 3 നേരം തിന്നുക, ഇങ്ങനെ കിടക്കുക, വീട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുക. അതിനെക്കാട്ടി ബെറ്റർ വീട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണ്ട. നമ്മളെ വീഡിയോ കാണുന്ന ആൾക്ക് സന്തോഷം, കുറച്ച് കഷ്ടപ്പെട്ടാലെന്താ നമുക്കും ഒരു സന്തോഷം. ഇങ്ങനെ കുറേ സ്ഥലം കാണാം, കുറേ മനുഷ്യന്മാരെ കാണാം,
അപ്പം തന്നെ ഡിപ്രഷൻ മേടിച്ചിട്ട് കടന്നിട്ട് പോയി. അതിനെക്കാട്ടും ബെറ്റർ ഇങ്ങനെ യാത്ര ചെയ്യാൻ നോക്കുക. യാത്ര വെച്ചാൽ നിങ്ങൾ ശരിക്കുമല്ല എല്ലാം ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. ഭയങ്കര എന്താ പറയുക, അത്രയും കഷ്ടപ്പെടായിരിക്കും. പ്രത്യേകിച്ച് നമ്മളെ യാത്ര, സൈക്കിൾ കൊണ്ടുള്ള യാത്ര. ഇതിനോട് വെച്ച് നോക്ക്, നമ്മൾ സൈക്കിൾ എടുത്തിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഞാനൊന്നും ആരോട് പറഞ്ഞിട്ടില്ല. കാരണം പറയത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം തന്നെ പറഞ്ഞത് നടക്കില്ല. ഒന്നത് പൈസ ഒന്നുമില്ല. എല്ലാവരും ഇങ്ങനെ പറയും പൈസ വേണ്ടേ, അതുകൊണ്ട് ഇതുകൊണ്ട് തന്നെ സൈക്കിളും കൊണ്ടായതുകൊണ്ട് തന്നെ നടക്കൂല. അതുകൊണ്ട് വരുന്നേക്ക് തന്നെ ഇന്നലെ ചത്ത് നായി 100 കിലോമീറ്റർ ഫുള്ള് 100 കിലോമീറ്റർ കുന്ന് ചവിട്ടി ചത്ത് നായി. സത്യം പറഞ്ഞ ഇവിടെ എത്താൻ വേണ്ടി ഇവർ സ്റ്റേ തന്ന് റൂം വന്നതുകൊണ്ട് നല്ലോണം ബെറ്ററായി. ഇല്ലെങ്കിൽ ഇന്ന് ചത്തേനായിരുന്നു മഹാരാഷ്ട്രയിലേക്ക് പോകുന്നേക്ക്. നല്ല സമാധാനമുണ്ട് ഇപ്പോൾ. ഏതോ സ്ഥലത്താണെങ്കിലും ആരും അങ്ങനെ അറിയില്ല. കുറേ മനുഷ്യന്മാരെ പരിചയപ്പെടാൻ പറ്റി. അങ്ങനെ കുറേ കാര്യങ്ങൾ പറ്റി. സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ഈ ഒറ്റപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് ചാവാൻ നടക്കുന്നവരിലുണ്ടല്ലോ, അതന്നെ അവരെ ശരിക്കും പൊണ്ണകളാണ്. ഒറ്റപ്പെട്ടിട്ട് ചാവ നടക്കുന്ന മനുഷ്യന്മാരോട് എനിക്ക് ഒന്നേ പറയാനല്ലോ. അങ്ങനെ ചാവാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇറങ്ങിക്കോ, ഫുള്ള് യാത്ര ചെയ്തോ. പൈസ ഉണ്ടോ എന്ന് നോക്കണ്ട. നിങ്ങൾക്ക് നിങ്ങളിപ്പോ ഏതൊരു ഹോട്ടലിൽ കയറിയിട്ട് ഏട്ടാ വിശക്കുന്നുണ്ട്, കയ്യിൽ പൈസ ഇല്ല, കുറച്ച് ഫുഡ് ചോദിച്ചാൽ അവർ തരും, എന്തായാലും തരും. നമുക്കെല്ലാം കുറേ കിട്ടിയിട്ടുണ്ട് അങ്ങനെ. അപ്പം അങ്ങനത്തെവരോടൊക്കെ ഒന്നേ പറയാനല്ലോ. അങ്ങനെ ചാവാൻ നടക്കുന്നവർ, ചാവാൻ നിൽക്കുന്നവരോട്, പെണ്ണ് പോയി ഇതില്ല ചാവാൻ നിൽക്കുന്നവർ, നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപാട് പുതിയ അനുഭവങ്ങൾ ഉണ്ടാവും. ഭൂമിയിൽ കുറേ കാണാനുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ഡ്രീം ഇങ്ങനെ നടക്കണമെന്ന്. ഒരു മെനയുണ്ട് ഇവിടെ കാണാൻ. പിന്നെ ഈടില്ലവരില്ലേ ഈ അങ്ങോട്ടുള്ളവരും പിന്നെ ഇപ്പുറത്തെ സൈഡ് അങ്ങോട്ടുള്ളവരെല്ലാം ഫുള്ള് എന്താ പറയല്ലേ ഫുഡ് കഴിക്കാനുള്ള നമ്മളെ അടുത്ത ഹോട്ടലിലേക്കാണ് വരിക. പിന്നെ അതാണ് ഇവിടുത്തെ മെയിൻ. ഈ റൂമിൽ ഇന്നലെ സ്റ്റേ അടിച്ച നമ്മൾ അതിനുള്ള റൂം. അയ്യോ, വേറെ 2 ഏട്ടന്മാരും കൂടി ഉണ്ട്. അവരാന്ന് കിടലം പ്ലേസ് കേട്ടാ. ഗിറ്റാറൊക്കെ ഉണ്ട്, ഫുള്ള് സീന. നല്ലതായിട്ട് പണിയെടുക്കുന്നുണ്ട്. പിന്നെ കിടലം വൈബാട്ടോ ഇങ്ങോട്ടേക്ക്. നമ്മളിപ്പോൾ റൂമിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മുകളിലേക്ക് പോയല്ലേ സൺസെറ്റ് കാണാൻ പറഞ്ഞേ. അപ്പോൾ സൺസെറ്റ് കാണാൻ വേണ്ടി കുറച്ച് ഇങ്ങോട്ട് വന്നതാണ്. കാണാൻ പറ്റുമെന്നാൽ ഇല്ലേ ഒന്നും അറിയില്ല, നോക്കണം. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ബീച്ചുണ്ട് അങ്ങോട്ട്, സൗണ്ട് കേൾക്കുന്നത്. പക്ഷെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ വെച്ചാൽ അറിയില്ല, നോക്കേണ്ടി വരും. നിങ്ങൾ വിചാരിച്ചതിൻ്റെ അപ്പുറമായിരിക്കും ഒരു രക്ഷയില്ല സംഭവം. എന്താ മോനെ സംഭവം കാണിച്ചതാ. ലൈഫ് എന്നെല്ലാം വെച്ചാൽ ഇതാ ലൈഫ്. ഇങ്ങനത്തെ കാഴ്ചയിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കണ്ടിട്ടെങ്കിൽ പോയി മോനെ ജീവിതം. ഫോണ് പോകുന്ന പേടി ഓ എൻ്റെ അളിയ സീന്. ഇത് വിചാരിക്കാണ്ട് ഇട്ടൊരു വ്യൂ ആട്ടാ. നീടുന്ന നാളെ രാവിലെ പോകണം. ഞാൻ എൻ്റെ വീഡിയോ വെച്ച് നിർത്തുമെന്ന്. കാരണം ഞാൻ അങ്ങനെ ലോങ് വീഡിയോ ഇട്ട് എനിക്ക് അത്ര വലിയ പരിചയം അറിവൊന്നുമില്ല. ചിലപ്പോൾ എൻ്റെ വർത്തമാനം മാത്രം നിങ്ങൾ കാണുന്നുണ്ടാവുള്ളൂ. ഇതുപോലെ സ്ഥലങ്ങളൊന്നും അധികം കാണുന്നുണ്ടാവില്ല. എന്തായാലും പരമാവധി എല്ലാവരും ലൈഫൊക്കെ ഫുൾ എൻജോയ് ചെയ്യാൻ നോക്കുക. ബാധ്യതകളെല്ലാം വെച്ച് നടന്നാൽ ലൈഫ് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇതിപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടൊരു സംഭവമാണ്. എന്തായാലും ഞാൻ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി എന്തായാലും ഞാൻ വരും. ഓക്കെ, അപ്പോൾ നാളെ രാവിലെ ഇവിടുന്ന് നേരെ മഹാരാഷ്ട്രയിലേക്ക് വിടേണ്ട പ്ലാനിങ്ങിലാണ് ഉള്ളത്. അപ്പോൾ നോക്കട്ടെ, എന്തായാലും ഇതുപോലെ നല്ല നല്ല കണ്ടന്റായിട്ട് ഇനിയും വരും. കിടിലം വ്യൂ ആട്ടോ എന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.